നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. അങ്ങനെ 13ാം മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ അധികാരമേറ്റു. അടിപൊളിയായിരുന്നു അല്ലേ? ഭയങ്കര ഓളമല്ലായിരുന്നു. ഇത് കേരള ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സത്യപ്രതിജ്ഞയാണ്. ഇതിന് കാരണഭൂതനായത് പിണറായി വിജയനാണ്. അതെ, അയാളോട് ജനത്തിന് എത്രത്തോളം കലിപ്പുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇന്നത്തെ സത്യപ്രതിജ്ഞ. അദ്ദേഹം പ്രതിപക്ഷ നേതാവായത് നല്ലതായി എന്ന് തോന്നിയ ഏക നിമിഷം ഇതാണ്. അതെ, കാരണം ആ സ്റ്റേജിൽ ഇരുന്നെല്ലാം കണ്ടു. ഇതെല്ലാം വന്ന് ഈ ജനവികാരവും, അതെ, ഈ ജനങ്ങൾ എത്ര ആയിരം ജനങ്ങളായിരുന്നു. അതായത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലാണ് ജനക്കൂട്ടം അവിടെ തടിച്ചുകൂടി. അതായത് കസേരയൊക്കെ എല്ലാവർക്കും വേണ്ടി നിരത്തിയിട്ടിരുന്നല്ലോ. ഈ കസേരയൊക്കെ ആൾക്കാർ ഇടിച്ചു കയറിയിരുന്നു. അല്ല, നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. ഇവരൊട്ടും ഓർഗനൈസ്ഡ് ആയിരുന്നില്ല. അതിനകത്ത് VVIPയും MLA-മാരുടെ പേരെഴുതി വെച്ച സ്ഥലമൊക്കെ പോയി, അതെല്ലാം പോയി. എന്നിട്ട് MLA-മാരൊക്കെ പുറത്ത് നിൽക്കുമായിരുന്നു. അതെ, അത് ഇതിൽ 3-4 കാറ്റഗറി ആയിരുന്നു. ഏറ്റവും ആദ്യം നമ്മൾ അഭിനന്ദിക്കേണ്ടത് സ്റ്റേജിൽ ഇവരെ എല്ലാവരും പ്രധാനപ്പെട്ട മുഴുവൻ ആളെ കയറ്റിയിരുത്തി. അതായത് അതിനകത്ത് തന്നെ ആലോചിച്ചോണം, രേവന്ത് റെഡ്ഡിക്കും മറ്റേ ശിവകുമാറിനും കിട്ടിയ പോലെ കയ്യടി വേറെ ആർക്കും കിട്ടിയിട്ടില്ല. കാരണം രേവന്ത് റെഡ്ഡിയാണ് ഒരു കാരണം. പിണറായി വിജയൻ പോലെ വിളിച്ചത് അദ്ദേഹത്തെയാണ്. ആ വകയിൽ ഒരു 15 സീറ്റ് ശിവകുമാർ ആയിരിക്കും ചിലർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവരെ പിടിച്ച വേദിയിൽ കൊണ്ടിരുത്തി. അത് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈ വേദിയിൽ എല്ലാ നേതാക്കളും അക്കോമഡേറ്റ് ചെയ്തു. അത്രയും വലിയ വേദി എല്ലാവരും. രാജീവ് ചന്ദ്രശേഖർ ആദ്യം ഗവർണർ പറഞ്ഞിരുന്നത് ഗവർണർക്ക് നിർബന്ധമായിരുന്നു ആള് വരരുതെന്ന്. അപ്പൊ ഗവർണർ പറയുമ്പം ഗവർണർക്ക് ആവശ്യപ്പെടാൻ കഴിയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫീഷ്യലി ഇവരാരും പ്രസംഗിക്കരുതെന്നുള്ളതാണ്. അതായത് ഗവർണർ പങ്കെടുക്കുന്നു, സത്യപ്രതിജ്ഞാ ചടങ്ങ് ഒഫീഷ്യലി നടക്കണമെന്നുണ്ടെങ്കിൽ സത്യപ്രതിജ്ഞയും ഗവർണറുടെ ഇത് മാത്രമേ കാണാൻ പാടുള്ളൂ, വേറൊന്നും പാടില്ല. അതായത് ഗവർണറുടെ ഒരു പ്രോട്ടോകോൾ ഉണ്ടല്ലോ. ഗവർണർ വന്ന് നിൽക്കുമ്പോൾ ഗവർണറുടെ ഒരു പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാം കഴിഞ്ഞിട്ട് ഗവർണർ പ്രസംഗിക്കുന്നു, അങ്ങനെ ഒരു സംഭവമല്ല. ആദ്യമേ തന്നെ എല്ലാം കഴിഞ്ഞിട്ട്. പക്ഷേ ഇവിടെ ഈ സംഭവത്തിന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാരെ ഒന്നും വേദിയിൽ കയറ്റാൻ ഗവർണറുടെ പ്രോട്ടോകോൾ അനുവദിക്കുന്നതല്ല. പക്ഷെ വേദിയിൽ കയറ്റാമായിരിക്കും, മിണ്ടരുതെന്നായിരിക്കും. അതാ മിണ്ടരുത്. എന്നെ പറ്റിയെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നടന്നപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഒക്കെ പ്രസംഗിച്ചു. അത് ശരിയായ രീതിയല്ല എന്നതുകൊണ്ടാണ് തോന്നുന്നത് ഗവർണർ സ്ട്രിക്ട്ലി പറഞ്ഞു. അതെ, ഒരിക്കലും അത് ഒരു പ്രോട്ടോകോൾ അല്ല. നമുക്കറിയാം, നമ്മൾ ഗവർണർ ഒരു പരിപാടിക്ക് വിളിച്ച ആദ്യം ഒരു പ്രോട്ടോകോൾ, ആ പ്രോട്ടോകോൾ പ്രകാരം ഇത്ര കസേര അത് ഇടാവും. ഞാൻ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയ ഒരു സംഭവമുണ്ട്. കേരള ഗവർണർ ഉള്ള ഒരു പ്രോഗ്രാമിൽ ഞാനും ഗസ്റ്റാണ്. അപ്പൊ ഗവർണർ ഇരിക്കുന്നത് കൊണ്ട് ഓരോരുത്തരും പറഞ്ഞു പോവുകയാണ്. അപ്പൊ നമുക്കൊരു വെപ്രാളം, ഗവർണർ ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല. സാധാരണ എനിക്ക് നമ്മുടെ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ മുഖ്യാതിഥി പ്രസംഗിച്ചിട്ടൊക്കെ പോകും. നമുക്ക് പ്രശ്നം അങ്ങനെയല്ല, ഇത് നേരെ തിരിച്ചാ. അപ്പം ഞാൻ അതുകൊണ്ട് 3 മിനിറ്റ് നിർത്തി. കാരണം ഗവർണർ അവിടെ ഇരിക്കുന്നത്, ഗവർണർ ഇരിക്കുന്നത് നമ്മുടെ ചെവിയിൽ നമ്മുടെ പ്രസംഗം കേട്ടോണ്ടിരിക്കുക. നമുക്ക് തന്നിരിക്കാൻ നോട്ടീസിൽ പറയുമല്ലോ, ഇന്നയാൾ ഇത്ര മിനിറ്റ് എന്ന് തരും. അതാണ് അവരുടെ ഒരു പ്രോട്ടോകോൾ. അത് എവിടെ ആണെങ്കിലും പാലിച്ചേ പറ്റൂ. ഇത്ര സീറ്റേ ഇടാൻ പറ്റൂ. അപ്പൊ ആ വേദിയിലെ വെളിച്ചം, മറ്റു കാര്യങ്ങൾ, ഇതിനെല്ലാം ഒരു രീതിയുണ്ട്. ഒരു പ്രധാനമന്ത്രി വരുന്ന ഏതാണ്ടൊരു ഇതിലേക്ക്. അപ്പൊ എന്തായാലും ഈ ആളുകൾ, അതായത് ഇവിടുത്തെ രാഹുൽ ഗാന്ധി മുതൽ പ്രിയങ്ക അടക്കമുള്ള ആളുകളെ, മാത്രമല്ല പ്രതിപക്ഷ നേതാക്കളെ, പിണറായി വിജയനെയും രാജീവ് ചന്ദ്രശേഖരെയും നമ്മുടെ അപ്പം ഗോവിന്ദനെ ഒക്കെ വിളിച്ചിരുന്നു. അല്ല, ഖാർഗെ വന്നു. ഖാർഗെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട്. അദ്ദേഹം വരെ പങ്കെടുത്തു. സിദ്ധരാമയ്യ വന്നല്ലോ. അപ്പൊ എല്ലാ ആൾക്കാരും എത്തിച്ചേർന്നു. അവരെല്ലാം ഇരുത്തി, അവരെല്ലാം ഇരുത്തി. അവരും ഹാപ്പി ആയി കാണും. ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ അവർ കണ്ടിട്ടുണ്ടാവില്ല അടുത്ത കാലത്തേക്കും. അല്ല, അതാണ്. അപ്പൊ അതിനകത്തെ രസം എന്തുകൊണ്ട്, നമ്മളിപ്പോ ഈ ഇത് സത്യപ്രതിജ്ഞ നടക്കുമ്പോഴും 2 ഇടതുപക്ഷ മന്ത്രിമാരുണ്ട്. സത്യത്തിൽ 2 ഇടതുപക്ഷം, ഒന്ന് RSPയും ഒന്ന് CPI ആണ്. ഇത് രണ്ടുപേരും. അതായത് വേറൊരു രസമുണ്ട്, ഇന്ത്യയിലെ ഏക മന്ത്രി, കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഈ കേരളത്തിലാവുള്ളത്, അതും വലതുപക്ഷത്ത്. ആരാണ്? CP ജോൺ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൗതുകങ്ങളും ഇതിനകത്ത്. ഈ DK ശിവകുമാറിന്റെ ആ ഒരു നടപ്പത് കാണുമ്പോൾ തന്നെ, DK ശിവകുമാർ സ്റ്റേജിൽ കൂടെ പ്രസംഗിച്ചിരുന്നു, ഒന്നും വേണ്ട, അങ്ങനെ കൈ ഇങ്ങനെ പൊക്കിയിട്ട് അയാൾ പോകുന്ന കണ്ടപ്പോ തന്നെ ഉണ്ടായ ഒരു ആരവവും. അത്ര ആരവം സതീശന് കിട്ടിയിട്ടില്ല. ഈ രേവന്തിനും അതെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് ശരിക്കും ആ 2 സംസ്ഥാനങ്ങളിൽ ഭരണം പിടിച്ചതിനെ തുടർന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഇവരോട് വലിയ ആരാധനയാണ്. മാത്രമല്ല ആത്മവിശ്വാസം വന്നു ഉണ്ട്. അവര് കൊടുത്ത ഒരു ആത്മവിശ്വാസം ഉണ്ട്. അത് ഇവിടെ ഇവര് വലിയ ഇത്ര ആരാധകർ ഈ 2 പേർക്ക് ഈ സംസ്ഥാനത്തുണ്ടെന്നുള്ളത് ഒന്ന് ആലോചിച്ച്. അവര് തിരിച്ചറിയുന്നത് ഇപ്പോഴാ തിരിച്ചറിയുന്നത്. അവര് സിനിമയുടെ വിജയ് വന്നായിരുന്നേ പോലും ഇത്ര ഇത് കിട്ടത്തില്ലായിരുന്നു. എന്തായാലും വിജയ് നന്നായി. എങ്കിൽ ഇതാകെ കുളമായിരുന്നു. നാട്ടുകാർ മുഴുവൻ കൂടി ഇടിച്ചു കയറി. എന്താണെങ്കിലും ഇതിനകത്തുള്ള കാര്യം, ഇവർ ഈ പാസ് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ഒരു തെറ്റ് കാണിച്ചു. അതായത് ഇവരൊക്കെ 3-4 ആദ്യം ഗസ്റ്റ് ടോപ്പ്, പിന്നെ മുമ്പിൽ കുറെ ഈ IPS ഓഫീസർമാരെ
വിജിലൻസ് മറ്റേ IAS എനിക്കത് വകുപ്പ് അങ്ങനെയുള്ളവരുണ്ട്. അത് കഴിഞ്ഞെല്ലാം ഇവർ സ്പെഷ്യൽ പാസ് കാർ പാർക്ക് സഹിതം കൊടുത്തു 15,000. പക്ഷെ ഇവർ വായി തോന്നുന്നവർക്ക് എല്ലാം കൊടുത്തു, ചോദിച്ചവർക്കെല്ലാം കൊടുത്തു. എന്നിട്ട് കാർ പാസ് ഒക്കെ ഉണ്ട്, പക്ഷെ കാറൊന്നും കടത്തിവിടത്തില്ല. എന്ന് മാത്രമല്ല, പിന്നെ ആരൊക്കെ ചോദിച്ചാലും അവർക്കെല്ലാം മറ്റേ ലാസ്റ്റ് പുറയത്തെ അത് ലക്ഷക്കണക്കിന് ആളുകളെത്തി, ആകെ താറുമാറായി. അവർ മുമ്പോട്ട് കയറി ഇടിച്ചു. MLA-മാർക്ക് പോലും എന്നെ ഇപ്പൊ കോഴിക്കോട് നിന്ന് നമ്മുടെ ആ പ്രവചനം നടത്തിയ റാഷിദ് ഉണ്ടല്ലോ, റാഷിദൊക്കെ വന്നിട്ട് പാസ്സൊക്കെ സ്പെഷ്യൽ പാസ്സൊക്കെ ഉണ്ട്, പക്ഷെ കയറി പറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതെ, ഇത് 1,00,000 പേർക്ക് ഇരിക്കാവുന്ന പന്തല്ല, സെൻട്രൽ സ്റ്റേഡിയത്തിൽ അത്രയും ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ആ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഒരു മഴ പെയ്തു. അതുവരെ മഴ പെയ്തില്ല. ആ കാലാവസ്ഥയും പ്രകൃതിയും വരെ ഈ ഭരണത്തിന്. ഇന്നലെ ഞാനൊരു വോയിസ് കേട്ടായിരുന്നു, ഒരു അമ്മച്ചി, ഒരു ക്രിസ്ത്യൻ അമ്മച്ചി. അവൻ നല്ലവനാ, സതീശ് സാറ് നല്ലവനാ, ലോകം രക്ഷിക്കാൻ വേണ്ടി യേശുക്രിസ്തു അയച്ചിരിക്കുന്നതാണ്, കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി, അതുകൊണ്ട് മഴ പെയ്യത്തില്ല. അതിന് ശേഷമുണ്ട് മഴ പെയ്ത്, അതിനുശേഷമാണ് മഴ പെയ്ത്. ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ല. ഈ ഭരണം വാർന്നു പറഞ്ഞപ്പോൾ രാവിലെ നല്ല തെളിഞ്ഞ അന്തരീക്ഷം. അതായത് ഞാൻ ഞെട്ടിപ്പോ, ഇന്നലെ വൈകുന്നേരം വരെ വലിയ മഴയാണ്. രാവിലെ നോക്കുമ്പോൾ നല്ല വെയില്, നല്ല പുഞ്ചിരിക്കുന്ന വെയില്, ആകെ ഒരു പ്ലസന്റ് കണ്ടീഷൻ. ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോൾ ഒരു മഴയും പെയ്തു. എന്തായാലും അതിനുശേഷം മന്ത്രിസഭ നന്നായിരുന്നു. നമ്മൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ നമ്മൾ പോയതിനു ശേഷമാണ് മന്ത്രിമാരെ, അതുകൂടെ പറഞ്ഞിട്ട് നമ്മളിലേക്ക് മന്ത്രിസഭാ യോഗത്തിലേക്ക് പോകാം. മന്ത്രിമാരുടെ തെരഞ്ഞെടുപ്പില് എനിക്കൊരു കാര്യത്തിൽ അഭിമാനമുണ്ട്. നമ്മൾ ഇന്നലെ ഏറ്റവും അവസാനം അപ്ഡേറ്റ് ചെയ്ത വാർത്തയുണ്ട്, ഞാൻ ചെയ്തൊരു വീഡിയോ. അതിനകത്ത് ഞാൻ പറഞ്ഞ അവസാന നിമിഷം ടെസ്റ്റ്, പുതിയ ആളുകൾ വരുന്നു പോകുന്നു, അപ്പം ചാണ്ടിമൻ ഔട്ട് എന്നുള്ള ഞാൻ എടുത്തിരുന്നു. അതുപോലെ തന്നെ ഇയാളെ പുറത്താവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ ആലുവ MLA അൻവർ സാദത്ത്, പകരം സിദ്ദിഖിനാണ് സാധ്യത എന്ന് പറഞ്ഞിരുന്നു. എന്ന് മാത്രമല്ല, തുളസിക്കും റോജിയം ജോണിനും സാധ്യത ഉണ്ടെന്ന് അത് നടന്നു. എന്റെ കാൽക്കുലേഷനിലോ എന്റെ പറച്ചിലോ പറയാൻ ഒരാളേ ഉള്ളൂ, ജനീഷ് കാര്യം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നലെ ലാസ്റ്റ് കിട്ടിയ ഇൻഫർമേഷൻ ജനീഷ് ഉണ്ടായിരുന്നു. എന്റെ ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ ബാക്കിയൊക്കെ ഞാൻ വിശ്വസിക്കാം, ജനീഷ് കാര്യം പറഞ്ഞ് ബാക്കിയും കൂടെ വിശ്വാസം കളയത്. അല്ല ഷാജൻ, ഒരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞു, ഉറപ്പാവുന്നില്ല, ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് മാനദണ്ഡം? പുള്ളി പറഞ്ഞു ഈഴവനായതുകൊണ്ടാണ്. ഞാൻ ചോദിച്ചു പുള്ളിയേക്കാൾ സീനിയർ സേനാപതി വേണമില്ലേ, മറ്റേ ജയന്തില്ലേ, വേറെ 9 പേരോളം 8-9 പേരുണ്ട്. ആ 8-9 പേരുള്ളപ്പം ഞാൻ പറഞ്ഞു ഇല്ല, പക്ഷെ അങ്ങനെയാണ് അവസാനം വന്നേക്കെന്ന് പറഞ്ഞു. എക്സാക്ട്ലി സംഭവിച്ചു. തൃശ്ശൂരിന്റെ പ്രാതിനിധ്യം കൂടെ ഇല്ലേ, തൃശ്ശൂരിന്റെ പ്രാതിനിധ്യം, ഈഴവ കമ്മ്യൂണിറ്റി, യൂത്ത് കോൺഗ്രസിന്റെ 3 ഘടകങ്ങളും. യൂത്ത് കോൺഗ്രസിനെ അനുകൂലിക്കാൻ 10 കൊല്ലം യൂത്ത് കോൺഗ്രസ് സമരം ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു കേരളത്തില് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് മന്ത്രിയാകുന്ന ആദ്യം. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിൽ എത്തുന്നവർ പിന്നീട് MLA-യും മന്ത്രിയാവും. അവർക്ക് MLA സീറ്റ് കിട്ടും പോലും ഇപ്പോഴാകുന്നത്. MLA സീറ്റ് കിട്ടും. അല്ല, ഇവരെല്ലാം വിഷ്ണു ഇവരെല്ലാം വിഷ്ണു അവരാ, ഷാഫി ആയിട്ടില്ല. അപ്പൊ ഈ പറയുന്ന ടീംസ് എല്ലാം, അത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി അത് കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ സീറ്റാണ്. പിന്നീട് അവർക്ക് എപ്പോഴെങ്കിലും മന്ത്രിയാവാനും അവരാണ്. വി ഡി സതീശൻ ഒഴിച്ച് ഒരു 2 ടൈം സീനിയോറിറ്റി കഴിയുമ്പോൾ മന്ത്രി. വി ഡി സതീശൻ ഒഴിച്ച് ഈ ടോപ്പ് നേതൃത്വത്തിലേക്ക് വരുന്നവർ ഈ പദവിയിൽ ഇരുന്നവരായിരിക്കും. അതിനൊപ്പം തന്നെ 14 പേര് ആദ്യമായി മന്ത്രിമാരാകുന്നത്. 14 പേര്, 21 പേര് വന്നാൽ 14 പുതുമുഖങ്ങളാണ്. അതാണ് അതിൽ തന്നെ എനിക്ക് തോന്നുന്നത് 6 പേരോ അല്ല 8 പേരോ 7 പേരോ 8 പേരോ എങ്ങാണ്ട് ആദ്യം നിയമസഭയിൽ വരികയും മന്ത്രിയാകുകയും ചെയ്യും. ആദ്യം അപ്പം തന്നെ മന്ത്രിയാകുകയും ചെയ്യുന്നവർ. അതിലൊക്കെ ഉപരി ഈ ഏജ് ഗ്രൂപ്പ് ഭയങ്കര എന്ന് പറഞ്ഞാൽ 61 വയസ്സ് കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ കൂടെ ഏതാണ്ട് 55 വയസ്സിൽ താഴെയുള്ള മന്ത്രിമാരാണ് കൂടുതലും. ഇതിന്റെ അകത്ത് 3 പേരുടെ പേര് മുഖ്യമന്ത്രിയിലേക്ക് വന്ന മറ്റുള്ളവരെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചു. 3 പേരാണ് അവസാനം സർപ്രൈസ് കാൻഡിഡേറ്റ് ആയത്. ഒന്ന് തുളസി, 2 ജനീഷ്, 3 റോജിയം. ഈ അതിനകത്തുള്ള കാര്യം ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ പറഞ്ഞു പോയ കാര്യമാണ്. ഈ മാത്യു കൊഴുനാടൻ ഒരു യഥാർത്ഥത്തിൽ വളരെ എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് മാത്യു കൊഴുനാടനെ മന്ത്രിയാക്കിയല്ലോ ചോദിക്കുന്നത്, ആക്കേണ്ടതാണ് ഒരുപാട് പേര്. പക്ഷെ അതിന്റെ ഒരു കാര്യം ഈ ജാതി ഗ്രൂപ്പ് സമവാക്യ സാമുദായിക പരിഗണന. മാത്യു കൊഴുനാടൻ സതീശന്റെ KC വേണുവിന്റെ ആളാണ്. അപ്പൊ മാത്യു കൊഴുനാടന് മന്ത്രിയാവാൻ ഒരു തടസ്സവുമില്ല. പക്ഷേ മാത്യു കൊഴുനാടനും റോജിയം ജോണും ഇവരിലാരുടെ ഒരാളാണ് മന്ത്രിയാവേണ്ടത്, ക്രിസ്ത്യന് വേണ്ടി. പക്ഷേ യാക്കോബായ സഭയ്ക്ക് 2 കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഓർത്തഡോക്സ് സഭയ്ക്ക് ആരുമില്ല. ചാണ്ടിയുമ്മൻ ഔട്ടായതും ചർച്ച ചെയ്യേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ ഗോഡ് ഫാദർ ഇല്ലാത്തതുകൊണ്ടാണ്, അയാൾ ഒറ്റയാനാ. അതെ, ചാണ്ടിയുമ്മന്റെ പേര് ഇന്നലെ വരെ ഉറപ്പിച്ച് പറഞ്ഞിരുന്നതാണ് അയാൾ മന്ത്രിയാകുന്ന കാര്യം. ഓർത്തഡോക്സ് സഭ എക്കാലത്തും UDF-നൊപ്പമാണ്, അതെ, യാക്കോബായ സഭ LDF-നൊപ്പമാണ്.
നമുക്കറിയാലോ യാക്കോബ സഭ LDF-നൊപ്പമാണ്, ഓർത്തഡോക്സ് സഭ UDF-നൊപ്പമാണ്. അപ്പം സ്വാഭാവികമായും ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രതിനിധി മന്ത്രിയാവണം എന്നുള്ളത് ഒരു രീതിയാണ്. മാത്രമല്ല മുഖ്യമന്ത്രിയായിരുന്ന ഓർത്തഡോക്സുകാരനായിരുന്നു ഉമ്മൻചാണ്ടി. ഈവൻ വീണ ജോർജ് ഓർത്തഡോക്സുകാരിയായിരുന്നു, അതുകൊണ്ട് മന്ത്രിയായി. അപ്പോൾ ഒരു ഓർത്തഡോക്സുകാരനായ ഒരേ ഒരാളെന്ന നിലയിൽ ചാണ്ടിയുമ്മൻ മന്ത്രിയാവുന്ന കരുതി. പക്ഷെ നിർഭാഗ്യവശാൽ ചാണ്ടിയുമ്മൻ ആയില്ല. അപ്പം രണ്ടാമതൊരു കത്തോലിക്കിനെ കൂടി എടുക്കുന്നു. അതോടെ യാക്കോബക്കാരനായ മാത്യു ഔട്ട്. എങ്കിലും എൻ്റെ പ്രതീക്ഷ ഒരു അഴിച്ചുപണി ഉണ്ടാവും ഒരു 2.5 വർഷത്തിന് ശേഷം, 2.5 കൊല്ലം റീഎസ്റ്റാബ്ലിഷ് ഉണ്ടാവാൻ സാധ്യത. അതായത് ഈ അനൂപ് ജേക്കബും മാണി കാപ്പൻ തമ്മിൽ മാറും. അപ്പൊ യാക്കോബായ വേക്കൻസിയോട് വരും. അപ്പൊ എന്ത് ചെയ്യും? മാണി കാപ്പൻ സഭയിലെ മന്ത്രിയാവുമ്പോഴത്തേക്കും ഒരു അഡീഷണൽ കാത്തലിക് വരും. മാണി കാപ്പൻ വരുമ്പോഴത്തേക്കും മൂന്നാമതൊരാളോട് വരും കോൺഗ്രസിൽ നിന്ന്. ഇപ്പൊ സണ്ണി ഉണ്ട്, റോജിയുണ്ട്. മാനസി കാപ്പൻ വരുമ്പോഴത്തേക്കും മൂന്നാമതൊരാൾ റോജി അവിടുന്ന് രാജിവെക്കുകയും പകരം കുഴൽനാടൻ വരികയും ചെയ്യുമ്പോൾ വീണ്ടും ആ യാക്കോബായ സീറോ മലബാർ ബാലൻസിങ് നടക്കുന്നതാണ് എന്റെ വിചാരം. ലീഗിന് എന്തായാലും ഉണ്ട്, നടന്നുകൂടായികയില്ല. അതുപോലെ പട്ടികജാതി ഇതിൽ മാറ്റം ഉണ്ടാവും. തുളസി മാറിയിട്ട് IC ബാലകൃഷ്ണനോ അല്ലെങ്കിൽ സജീന്ദ്രനോ ആകാനുള്ള സാധ്യത. അങ്ങനെ ഒരു മാറ്റം വരാനുള്ള അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റും, പ്രൊവൈഡഡ് ദാറ്റ് 2028 മോദി സർക്കാരിനെ പിരിച്ചുവിട്ടിട്ടില്ലെങ്കിൽ ഇത്ര ഒരു സാധ്യതയുണ്ട് എന്നുള്ളത്. എനിവേ, നമുക്കിനി നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം തരക്കേടില്ലാത്ത മന്ത്രിമാരാണല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ജനീഷ് ഇങ്ങനെ ഒരു ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അവസാനം. മനുഷ്യ ജീവിതത്തിന്റെ ഒരു അത്ഭുതമാണ്. അതായത് അത് ഈ ഭാഗ്യം എന്ന് പറഞ്ഞ ബെമ്പറന്നൊന്നുമല്ല ഇതിനെ പറയണ്ടേ. അല്ലാതെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മന്ത്രിയാകാനുള്ള എല്ലാ യോഗ്യതയും എല്ലാ പിൻബലവുമുള്ള അൻവർ സാദത്തിനും നമ്മുടെ ബലറാമിനും ആകാൻ പറ്റിയില്ല. ജാതിയും മതവും ഘടകമായി മതം പ്രത്യേകിച്ചാവുന്നു. ഇനി അതേസമയം ഈ ജനീഷ് ഒന്നുമില്ല അതിൽ നിന്ന് പാവപ്പെട്ടവനാണ്. ആദ്യം മത്സരിക്കുകയാണ്, ആദ്യ സീറ്റ് പോലും ഉറപ്പിച്ചിട്ടില്ല. ആദ്യ സീറ്റ് കിട്ടിയതാണ്. അതും ജയിക്കേണ്ട സീറ്റല്ല, ഒരിക്കലും ജയിക്കില്ല. അത് CPIയുടെ ഭയങ്കര സിറ്റിംഗ് സീറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരിക്കലും CPI തോപ്പിക്കാൻ ബുദ്ധിമുട്ടാ. അങ്ങനെയുള്ള ഒരു സീറ്റാണ്. അവിടെ ജയിച്ചു എല്ലാത്തിനും തുടക്കം ഇട്ടത് രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നഷ്ടം ജനീഷിന്റെ നേട്ടമാകുക. രാഹുൽ മാങ്കൂട്ടം ശരിക്കും പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പോൾ അബിൻ വർക്കി വരുമെന്നായില്ല കരുതിയത്. മാറ്റി അയാളെ ദേശീയ നേതൃത്വത്തിലേക്ക് വിട്ടു. അതിന് പകരം ഈ ജനീഷിനെ വെക്കുന്നു. ആർക്കും അറിയില്ല ജനീഷ് ആരാന്ന് നമുക്കറിയില്ല. ഇങ്ങനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ഈ ഒരു പേര് പോലും നമ്മൾ കേൾക്കുന്നത്. ഇപ്പോഴും ജനീഷ് എന്ന് പറഞ്ഞാൽ KU ജനീഷ് കുമാറിന്റെ പടം എടുത്ത് വെക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ ജനീഷ് വരുന്നു എന്ന് മാത്രമല്ല, അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാണ് കൊടുങ്ങല്ലൂര് മത്സരിക്കാറുമില്ല. ശരി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒരു സീറ്റ് കൊടുക്കണമല്ലോ. മറ്റൊരു കാര്യം കൊണ്ടുണ്ട്, കൊടുങ്ങല്ലൂർ മത്സരിക്കാൻ നല്ലതാണെന്ന് TN പ്രതാപനോട് പറഞ്ഞതാണ്. അതെ, അത് വേണ്ടെന്ന് വെച്ചു. പ്രതാപം മണലൂരാന്നെല്ലാം പറഞ്ഞു പോയതാ, അങ്ങോട്ട് പോയതാ. എന്തായാലും ആ ഭാഗ്യം ഒന്ന് നോക്കണം. ഇയാള് കൊടുങ്ങല്ലൂർ ഇയാൾക്ക് സീറ്റ് കൊടുക്കുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാനം. എന്തായാലും തോക്കും. എന്നാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന് ഒരു സീറ്റ് കൊടുത്തു എന്നുള്ളതായല്ലോ. അവിടെ ജയിക്കുന്നു. ജയിച്ചു കഴിഞ്ഞപ്പോൾ മന്ത്രി സ്ഥാനം. അത് വളരെ കഷ്ടപ്പാടിന്ന് വന്നൊരു പയ്യനാട്ടോ. ആ കഷ്ടപ്പാടൊക്കെ മറക്കാതിരുന്നാ മതി. അതെ, തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്നു അമ്മ. ഈ പയ്യന് മറ്റേ പെട്രോൾ പമ്പിലും കമ്പ്യൂട്ടർ സെന്ററിലും ഒക്കെ പാർട്ട് ടൈം ജോലി ചെയ്ത് പഠിച്ചിട്ടാണ് ഈ ഓരോ. ഞാൻ വിഷ്ണുവിന് എനിക്ക് വളരെ അടുപ്പമുണ്ട്. പക്ഷെ വിഷ്ണു പാട്ടുകാരനാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. വിഷ്ണു പണ്ട് ഈ ഭജൻ സംഘത്തിന്റെ ഭാഗമായിരുന്നു. അതെ, വിഷ്ണു അതുപോലെ ഭജൻ സംഘത്തിന്റെ ഭാഗമായിട്ട് പാട്ട് പാടി. പുള്ളിയുടെ വൈഫ് കവയത്രിയാണ്. കന്നഡയാണ്. അതെ, കന്നഡയാണ്, കവയത്രിയാണ്. ഈ വിഷ്ണു ഒരു സിനിമാ പ്രേമിയെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം ഞാൻ ഈ ചലച്ചിത്ര ഉത്സവം നടക്കുന്ന സമയത്ത് പുള്ളി എല്ലാ സിനിമയും കാണുന്ന ആളാണ്. ഈ ചലച്ചിത്രമേളയ്ക്ക് IFFK ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. വിഷ്ണുവായിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ട്. പക്ഷേ അതിന് പറ്റിയ വകുപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. സംസ്കാരികമാണെന്നൊക്കെ പറയുന്നു. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. നമ്മൾ ഈ മന്ത്രിമാരുടെ ഒട്ടുമിക്കവരും നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നവർ, അത് അറിയാവുന്നവരുമാണ്. ഈ താരതമ്യ ചെറുപ്പക്കാരുമായതുകൊണ്ട് കടുംവെട്ട് വരത്തില്ല. ഇവരോട് കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അല്ല പിണറായി വിജയനെ പോലെ ഉടനെ കടക്ക് പുറത്ത് അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട്ട് പോകത്തില്ല. അങ്ങനെ ഒരു ഗുണങ്ങളുണ്ട്. എന്തായാലും അങ്ങനെ മനോഹരമായ മന്ത്രിസഭ ഉണ്ടാവുന്നു. മന്ത്രിസഭയ്ക്ക് ശേഷം ഇന്ന് സംഭവിച്ചത് ആദ്യത്തെ മന്ത്രിസഭാ സമ്മേളനം നടക്കുകയാണ്. ഈ മന്ത്രിസഭാ യോഗവും ചരിത്രത്തിൽ പ്രവേശിച്ചു. അതൊരു ചരിത്രമാണ്, വലിയ ഒരു നല്ല ഒരു എന്താ പറയുന്നത്. അതിലെല്ലാം ഉപരി നമ്മുടെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം അല്ലെ വാർത്താ സമ്മേളനം കാണാൻ തന്നെ എന്തൊരു ചന്തം. പറ്റതുപോലാണ്. ഈ പണ്ട് മുതലേ ഉള്ള ഒരു ശീലമാണ് ബുധനാഴ്ച മന്ത്രിസഭാ യോഗം നടത്തിയതിന് ശേഷം
വാർത്താ സമ്മേളനം നടന്നത്. പിണറായി നിർത്തിവെച്ചു എന്ന് പറഞ്ഞാൽ പിണറായിക്ക് മറുപടി പറയേണ്ട ദിവസം മാത്രമാണ് പിണറായി ഇതും കൊണ്ട് അല്ല, അതായത് PR ടീം പിണറായി ഒരു വിഷയം അവതരിപ്പിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്ന സമയത്ത് മാത്രം, എന്നിട്ട് പിണറായി ഒരു 57 മിനിറ്റ് അത് കറക്റ്റ് ടൈം സെറ്റ് ചെയ്ത സംഭവം പുള്ളിയുടെ കൈ കൊടുക്കും, പുള്ളി അത് നോക്കി വായിക്കും. എന്നിട്ട് 3 മിനിറ്റ് നേരം തുടർച്ച 3 മിനിറ്റ് ചോദ്യം ചോദിക്കണം. അതേസമയം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അങ്ങനെ ആയിരുന്നു. എങ്ങനെയെന്നറിയോ, പത്രസമ്മേളനം എന്ന് പറയുന്നത് അല്ല, ഈ മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ട് എല്ലാ പത്രക്കാർക്കും അവിടെ സ്വീകരണം, എല്ലാവരും മന്ത്രിസഭാ യോഗത്തിന് ശേഷം വർത്താനം പറഞ്ഞ് ചായ കുടിച്ച് പിരിയും. അതെ, അത് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. പത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന് ദിവസം. പക്ഷെ ഓർക്കണം, ഈ പത്രക്കാർ ഒരുത്തനും ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബാധിച്ചില്ല. ഇല്ല, ഇദ്ദേഹത്തിന് എന്താ പറയുക, വി ഡി സതീശൻ ഈ പറയുന്ന പോലെ നേരത്തെ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ പുള്ളി അങ്ങ് തുടരുകയാണ്. പക്ഷെ അത് അപകടമാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന്, എല്ലായിടത്തും ഇവർ ഈ ക്യാമറയുമായിട്ട് അത് ഒരു നല്ല പ്രവണത അല്ല. കാരണം മുഖ്യമന്ത്രി ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുള്ളി 7 സ്ഥലത്ത് പോയി. ഈ 7 ഇടത്തും പോയി കഴിഞ്ഞാൽ അവസാനം പുള്ളി ചോദിക്കുക ഇവരോട്, ഞാൻ ഇത്രയും നേരം നിങ്ങളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു, ഇനിയും ഞാൻ എന്ത് പറയാനാണെന്ന് പുള്ളി ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയമുള്ളപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെല്ലുന്നതും എപ്പോഴും മുഖ്യമന്ത്രി പോകുന്ന വഴിയേ അല്ല, തുടക്കമായതുകൊണ്ട് അതാണ്. അതായത് തുടരും. അതെന്താണെന്ന് അറിയോ, കോൺഗ്രസിന്റെ സംസ്കാരം ആണ്ട് എവിടെ വെച്ച് വേണമെങ്കിലും ഇവർ പ്രതികരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ഈ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, എല്ലാ മന്ത്രിമാർക്കും ഈ ഒരു പ്രശ്നം വരികയും ചെയ്യും. അത് പക്ഷേ ഇതിലൊക്കെ എന്തെങ്കിലും നോ പറഞ്ഞാൽ അപ്പൊ തന്നെ അത് വിവാദമാകും. അല്ല, വിവാദമാക്കാനാണ് ഇവർ നോക്കിയത്. ഇന്നലെ തൊട്ട് CPM സൈബർ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല. അവർ ഇന്നലെ ഉദാഹരണത്തിന് ഇന്നലെ ഒരു പ്രസ് മീറ്റ് നടന്നല്ലോ ഈ മന്ത്രിമാരെ ചെയ്യാനുള്ള. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ബഹളം വെക്കാൻ അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. ആരോടാ പറയുന്നറിയോ, സ്വന്തം പാർട്ടിക്കാരെ പുറകെ നിന്ന് ബഹളം വെക്കുന്നുണ്ട്, അവരെ ആ പുറത്തോട്ട് ഇറക്കിയിട്ട് കഥ ഇങ്ങനെ അടച്ചേക്കാം. അത് കടക്ക് പുറത്തെന്നുള്ള രീതിയിൽ വരുത്താൻ ഒരു ശ്രമം ഇവിടെ നടന്നു. അത് മാത്രമല്ല, 2 കൊല്ലം മുമ്പ് പിണറായി വിജയൻ ഉത്തരവിട്ടതായിരുന്നു ഈ 73 ലക്ഷം രൂപയ്ക്ക് ക്ലിഫ് ഹൗസ് പുതുക്കിപ്പണിയാൻ. അത് ഇദ്ദേഹമാണെന്നും പറഞ്ഞ് പ്രചരണം. അതുപോലെ കറുത്ത കാറിൽ കയറില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, നിങ്ങൾ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞത്, ഞാൻ കറുത്ത കാറിൽ കയറില്ല എന്ന് പറഞ്ഞില്ലല്ലോ. കറുത്ത കാർ കയറി, എനിക്ക് ഏത് കാറിൽ കയറുന്നതിനും കുഴപ്പമില്ല. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ കാറിലൊക്കെ കറുത്തതിനകത്ത് കയറും. ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ടുള്ള ഒരു വണ്ടി അത് മാറ്റിയെടുത്തു. അത് ശിവൻകുട്ടി സഞ്ചരിച്ചിരുന്ന ഇന്നോവയാണ്. അതിലേക്ക് പുള്ളി പോകുന്നു. അത് ഈ എന്തിനാ നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത പറഞ്ഞു പിടിപ്പിക്കുന്നത്? എല്ലാ അർത്ഥത്തിലും മാതൃകാപരമായ കാര്യങ്ങളിലൂടെയാണ്. അതായത് ദൂർത്ത് ഒഴിവാക്കുന്നു, എസ്കോട്ട് ഒഴിവാക്കുന്നു. പക്ഷേ ഇതൊന്നും പോലീസുകാർ വഴിതെറ്റിക്കാതിരുന്ന നല്ലതാണ്. സോ ഫാർ സോ ഗുഡ്. ഇതിന് ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ പ്രഖ്യാപനത്തിൽ ഏറ്റവും നിർണായകമായ പ്രഖ്യാപനം എന്ന് പറയുന്നത് ആശാ വർക്കർമാർക്ക് 3000 രൂപ കൂട്ടി എന്നുള്ളതാണ്. ഞാനത് കേട്ടപ്പോൾ ഓർക്കുവാണേ, 3000 രൂപ പോരാ, ആശാ വർക്കർമാർക്ക് 9,000 രൂപയാണ് ചോദിക്കുന്നത്. അല്ല, 9,000 രൂപ എന്നുള്ളത് 12,000 രൂപ. ഈ ആശാ വർക്കർമാരുടെ വർക്ക് നമുക്കറിയാവുന്നതാണ്. അവർ ഓരോ ദിവസവും രാവിലെ മുതൽ രാത്രി വരെയുള്ള പണിയുടെ പേപ്പർ വർക്കെല്ലാം ഉണ്ട്. അല്ല, അവരത്രയും സഞ്ചരിക്കുന്ന ആൾക്കാർ വേറെ ഇല്ല. അവരാണ് സമൂഹത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. അവരാണ് ഈ മൊത്തം ചലനങ്ങൾ അവരാണ്. അവർക്ക് 21,000 രൂപ തന്നെ കൊടുക്കേണ്ടതാണ്. പക്ഷേ 3,000 രൂപയെങ്കിലും കൊടുത്തു എന്ന് പറയുന്നത് സന്തോഷകരമാണ്. അവർ പറഞ്ഞൊരു ആദ്യഘട്ടമാണ്, പഠിക്കട്ടെ, വിശദമായി കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അപ്പോൾ ആലോചിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, എന്തിനാണ് പിടിവാശി കാണിച്ചത് ഇവരെ? അതെ, അത് പിടിവാശി 3000 രൂപ ചോദിച്ചപ്പം ഇവർ പറഞ്ഞത് എന്താ, കേന്ദ്രമാണ് അത് അനുവദിക്കേണ്ടത്. എന്നിട്ട് ഇപ്പൊ കണ്ട സംസ്ഥാനം അനുവദിച്ചില്ല. ഇതിൽ നിങ്ങൾ അന്നൊരു 2,000 രൂപ കൂട്ടിയിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു കയ്യടി കിട്ടിയാൽ. പിടിവാശി കാണിക്കുന്നു, അപവാദ പ്രകടനം നടത്തുന്നു, തകർക്കാൻ വേണ്ടി മൈക്ക് പിടിച്ചോണ്ട് പോകുന്നു. അതെ, ഇവര് ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല. എന്തായിരുന്നു എനിക്ക് മനസ്സിലാവാതെ? വ്യക്തിഹത്യ നടത്തി അവരുടെ മിനിക്കെതിരെ എന്തൊരു വ്യക്തിഹത്യ അല്ല എനിക്ക് പിടികിട്ടാത്തത്. ഇവർ ഇത്രയും വലിയ, അതാണ് ഈ 10 വർഷം കൊണ്ട് ഇവരുടെ അഹങ്കാരം. നിസ്സാരമായൊരു വിഷയം ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിന് 3000 രൂപ കൂട്ടാൻ പറഞ്ഞു. ഇവർക്കൊന്ന് വിളിച്ച് ചർച്ച ചെയ്ത് സമരം ചെയ്ത മനുഷ്യരിൽ ചർച്ച ചെയ്തിട്ട് 2000 രൂപ കൂട്ടാൻ സമ്മതിച്ചായിരുന്നു. അപ്പൊ ചോദിക്കും എവിടുന്ന് പൈസയെന്ന്. നിങ്ങൾക്ക് ആവശ്യമില്ലാതെ ദൂർത്തടിക്കാൻ ഒരുപാടുണ്ടല്ലോ. എത്ര കോടി രൂപ, 250 കോടി രൂപയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് എടുത്ത് കിബിയുടെ ഫണ്ടെടുത്ത് എല്ലായിടത്തും. അപ്പൊ അതിന് കാശുണ്ടായിരുന്നു. ആശാ വർക്കർമാര് 3000 രൂപ കൂട്ടാനുമില്ല. എന്നാലും വളരെ ശ്രദ്ധേയമാണ്. അല്ല, അതിനകത്തൊരു കാര്യമാണ്, ഈ മുടിയാൻ നേരത്തെ മുണ്ടിട്ട് കാര്യമില്ല എന്ന് കേട്ടു. ഇത് മുടിയാൻ തീരുമാനിച്ച ഇവര് പിന്നെ എന്ത് ചെയ്താലും അങ്ങനെ അവർക്ക് തോന്നിപ്പിക്കും. അതാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ വീണ ജോർജ് ആ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് തിരിച്ചു വരുമോ? അതായത് ആ പ്രശ്നം തീർന്നു, ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു, മന്ത്രി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊരു തോന്നലുണ്ടായി, ഭയങ്കര വികാരമുണ്ടായ ആ മന്ത്രി തിരിച്ച് വണ്ടിയെ കയറാൻ വേണ്ടി 3ാം പ്ലാറ്റ്ഫോമിൽ ടിക്കറ്റും ഉണ്ട്. അതെ, അവിടെ പോയി മന്ത്രി തിരിച്ചു വന്നിട്ട് പണി ചോദിച്ചു പറഞ്ഞാൽ
ആ കറക്റ്റ് സമയത്ത് ഇതിങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഈ കൊടുങ്കാറ്റ് അതിന്റെ കറക്റ്റ് ദിശയിലൂടെ പോകൂ. നമ്മുടെ ഡെസ്കി രമേശ് പറഞ്ഞ പോലെ എല്ലാം അയ്യപ്പന്റെ കളിയാ. അതെ, പുള്ളി ഇന്നും പറഞ്ഞു ജനീഷ് ജയിച്ചത് അയ്യപ്പന്റെ കളിയാ. ജനീഷ് ഇല്ലേ, ജനീഷ് ജയിച്ചത് അയ്യപ്പന്റെ കളിയാ. എന്നോട് പറഞ്ഞ വേറെ കാര്യമുണ്ട്, പിണറായിക്കെതിരെയുള്ള വിമർശനം ആരംഭിച്ചല്ലോ, അത് തുടങ്ങിയത് എവിടെയാ? പത്തനംതിട്ടയാ. അതെ, അയ്യപ്പന്റെ കളിയാ. അവിടുന്ന് തുടങ്ങിയപ്പോഴേ ഉണ്ട്, ബാക്കിയുള്ളിടത്തെല്ലാം എവിടുന്നൊക്കെ. ഇന്നിപ്പോ വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു, PB-യില് പോളിറ്റ് ബ്യൂറോയില് ആദ്യം അവൈലബിൾ പോളിറ്റ് ബ്യൂറോ ചേർന്നപ്പോ ഇയാൾ പ്രതിപക്ഷ സാർ ഏറ്റെടുക്കരുത് തോന്നുന്നു. MAV പേടിച്ചു പോയി. പുള്ളി ഉടനെ ഈ 18 അംഗ PB ആണല്ലോ, പുള്ളി ഉടനെ പൂർണ്ണ ഓൺലൈൻ യോഗം വിളിച്ചു. അതിൽ ഒരാൾ വിട്ടു നിന്നു. 10 പേര് കഷ്ടപ്പെട്ട് അനുകൂലിച്ചു. അതിലൊന്ന് പിണറായി വിജയനാ. എന്നെ പ്രതിപക്ഷ നേതാക്കളെന്ന് ഒന്ന് കൈവക്കിയത് പുള്ളിയാ. ബാക്കി 7 പേര് എതിരാ. ഇവിടെ വിജു കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് കർഷക സമരമൊക്കെ നയിച്ച പോളിറ്റ് ബ്യൂറോ അംഗമുണ്ട്, മലയാളിയാ, നമ്മുടെ കരിവള്ളൂര്. അയാളാണ് ഇതിനെതിരെ നിന്നത്, പിണറായിക്കെതിരെ നിന്നത്. ഇയാളെ പ്രതിപക്ഷ നേതാവ് ആക്കരുതെന്നും പറഞ്ഞു തന്നെ കഷ്ടിച്ചു. MV ഗോവിന്ദനും പിണറായി വിജയനും പിന്നെ ഇവിടെ നിന്നുള്ള ഈ 4 പേരും കൂടെ കൈപോക്കി. അതിന് 3 പേരുടെ ഭൂരിപക്ഷത്തിലാ ഇത് പാസ്സായത്. എന്തൊരു നാണക്കേടല്ലേ. എന്നിട്ടും ഇറങ്ങി പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇറങ്ങിപ്പോയി കൂടെ എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പലരും പല കഥയായിട്ട് വന്നു. ശാരദക്കുട്ടിയൊക്കെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാണ്. മഹാനായ മനുഷ്യൻ, മഹാനായ മനുഷ്യൻ. അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ഒരു അമ്മാവന്റെ കഥ പറഞ്ഞിട്ട്, ഒരു അമ്മാവൻ വീട്ടിന് വേണ്ടി എല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കി. അദ്ദേഹത്തിന് പ്രായമായപ്പോൾ അദ്ദേഹം കയ്യിൽ നിന്ന് ഒരു ഭരണി വീണ് പൊട്ടിപ്പോയി. അന്ന് തൊട്ട് ഭരണി പൊട്ടിച്ച അമ്മാവൻ അദ്ദേഹം അറിയപ്പെടുന്നത്. അല്ല, ഞാൻ പറഞ്ഞ ഇവരൊക്കെ അടിമ ബുദ്ധിജീവി. അതെ, പക്ഷെ എനിക്ക് ഇന്ന് ഈ മറ്റേ മാലാ പാർവതിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അവരും ബുദ്ധിജീവി, അവർ ഭയങ്കര ഇടതുപക്ഷ പിന്തുണച്ച. പക്ഷെ ഇപ്പൊ അവര് പറഞ്ഞിരിക്കുന്നു പ്രതിപക്ഷത്തെയൊക്കെ സ്റ്റേജിൽ കയറ്റിയുള്ള ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. ഇന്നത്തെ ആ സ്വീകരണം അവരെ സ്വാധീനിച്ചിരിക്കുന്നു. ഒത്തിരി ഒഴിവ് വരുന്നുണ്ട് ചലച്ചിത്ര അക്കാദമി വരുന്നുണ്ട്. നമ്മളെ ഇപ്പൊ തന്നെ അറിയാം. ഇപ്പൊ തന്നെ അതിനകത്ത് അവരത്ര ഒരു ടൈപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മന്ത്രിസഭാ യോഗത്തിലെ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം രക്ഷാപ്രവർത്തകർക്കിട്ട് പണി കിട്ടിയതാണ്. ആ രക്ഷാപ്രവർത്തനം എനിക്ക് മനസ്സിലാക്കി ആലപ്പുഴ കേസ് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അതാണ് ഭീകരമായത്. അത് അവിടെയാണ് ഈ ഗൺമാൻമാർ ഇറങ്ങി അടിച്ചത്. ബാക്കിയുള്ളതൂടെ വരുമായിരിക്കും. മറ്റേതൊക്കെ ഉണ്ടായിരുന്നല്ലോ, മറ്റേതൊക്കെ ഈ പൈലറ്റൊക്കെ ഉണ്ടായിരുന്നു, പൈലറ്റും എസ്കോർട്ടും പോയവരൊക്കെ കയറി അടിച്ചത്. അല്ല, അതാ ചോദിച്ചേ, ഈ പൈലറ്റും എസ്കോർട്ടും പോയവർക്കൊന്നും തന്നെ ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ലോക്കൽ പോലീസ് ഉണ്ട്. ഈ പൈലറ്റ് എസ്കോർട്ടും പോയവർക്ക് തന്നെ അതിൻ്റെ അകത്ത് ഇടപെടേണ്ട കാര്യമില്ല. ഇപ്പം ആലപ്പുഴ നടന്നത് നോക്കുക. ആലപ്പുഴ നോക്കി ഇവർ കരിങ്കൊടി കാണുന്നു. ഈ തോമസും മറ്റേ എന്തോ ഒരു കുര്യാക്കോസ്, ഈ രണ്ടുപേരുടെ ഇത് കാണിക്കുന്നു. ഇത് സാധനം കാണിച്ചപ്പോൾ തന്നെ ലോക്കൽ പോലീസ് ഇവരെ പിടിച്ചു. ഇവര് ലോക്ക് ചെയ്തു, മുഖ്യമന്ത്രി കടന്നുപോയി. പിന്നാലെ വന്ന് വണ്ടിയിൽ നിന്നാണ് ഇവൻ ഈ ചൂരവടിയായിട്ട് ഇറങ്ങി വന്നിട്ട് അടിക്കുന്നത്. ചൂരവടിയല്ല, ഇത് വേറൊരു ദണ്ട് പോലത്തെ. അതെ, അതുകൊണ്ട് ആരുടെ കയ്യിൽ? ലോക്കൽ പോലീസിന്റെ കയ്യിലിരിക്കുന്നവനെ അടിക്കുക. ഫലത്തിൽ അവര് പിടിച്ചു വെച്ചു കൊടുത്തു, യുവമാരടിച്ചു. അപ്പൊ തന്നെ പ്രശ്നമല്ലേ? അതായത് പോലീസുകാരന്റെ കസ്റ്റഡി ഇരിക്കുന്ന ഒരാൾ കൊലപാതക കേസിലെ പ്രതിയാണെങ്കിലും മറ്റൊരാൾ കൈകാര്യം ചെയ്യാൻ പാടില്ല. അപ്പൊ തന്നെ ഇത് ആവേശം മൂത്ത. ഇനി യുവമാര് വല്ല ഇത് പഠിച്ചിട്ടാണോ ഇറങ്ങിയെന്ന് നമുക്കറിയാം. എനിക്ക് മനസ്സിലാവാത്ത വിനു വി ജോണിന്റെ ഒരു ചർച്ചയ്ക്കകത്ത് ഈ അനിൽ എന്ന് പറയുന്ന പോലീസുകാരനെ കുറിച്ച് പറയുന്നത്, പണ്ട് ഇയാൾ ഏതോ ചാനൽ അവതാരികയെ കുറിച്ച് വളരെ മോശമായ, എനിക്ക് സിന്ധുവിനെ കുറിച്ചാണ് തോന്നുന്നു, വളരെ മോശമായി പറഞ്ഞതിനെ തുടർന്ന് അയക്കെതിരെ കേസുണ്ടായിരുന്നു. ആ കേസ് ക്ലിയർ ചെയ്ത് കൊടുത്തത് രമേശ് ചെന്നിത്തലയാണ് പറഞ്ഞൊരു സാധനം. അതുകൊണ്ട് ഇനി ഇത് എന്തെങ്കിലും നടക്കുമോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു വിനു ഉന്നയിച്ച ഒരു സന്ദേഹം. കറക്റ്റാണ്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് പേർക്കെതിരെ നടപടി വരും. ഈ 2 പേരുണ്ടല്ലോ, ഈ അടിച്ച 2 പോലീസ്, ഇവന്മാരെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം ചെയ്യണം. അത് ചെയ്തെങ്കിലേ ശരിയാകുള്ളൂ. ഒരാൾ അത് വലിയൊരു മനുഷ്യാവകാശ ലംഘനമല്ലേ? മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് പോകേണ്ട മുഖ്യമന്ത്രി ഗൺമാന്റെ പണി നോക്കിയാൽ മതി. പോയതിനു ശേഷം പിറകിൽ ഇറങ്ങിയിട്ട് ചോറിൽ വേണ്ട കാര്യമില്ല. അത് അഹങ്കാരം തലയ്ക്ക് അടിച്ച വധശ്രമത്തിനാണ് കേസ്. ആ പയ്യന്റെ മറ്റേ പയ്യന്റെ, ഞാൻ ഈ പറഞ്ഞ സർനെയും കുര്യാക്കോസ് ആയിരിക്കുന്ന പയ്യനുണ്ട്. ആ പയ്യൻ പറഞ്ഞ അവൻ 30 ദിവസം ചികിത്സയിലായിരുന്നു. അവന് തലയ്ക്ക് അടി കൊണ്ടിട്ട് 30 ദിവസം. ഇതിനകത്ത് നിയമവിരുദ്ധമായിട്ട് ഇടപെട്ടവർ വേറെയുണ്ട്. ഈ കേസ് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥ നിയമവിരുദ്ധമായിട്ട് റിപ്പോർട്ട് കൊടുത്തില്ല. ഇവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇതിന് തെളിവില്ല എന്ന് പറഞ്ഞു. വീഡിയോസ് ഇഷ്ടം പോലെ ഉള്ളപ്പോഴാണ് തെളിവില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തത്. എന്താണെങ്കിലും അപ്പൊ രക്ഷാപ്രവർത്തനം എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കെതിരെ ചുമത്തിയിരിക്കുന്ന കള്ളക്കേസുകളുണ്ട്, അവയെല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കേസിന്റെയൊക്കെ ആദ്യഘട്ടം കഴിഞ്ഞുപോയി. അല്ല, ഈ അങ്ങനെ വന്ന കേസുകളിൽ കള്ളക്കേസ് കൊടുത്ത ആൾക്കാരുണ്ട്. കാരണം ഇവര് SP-യുമായിട്ട് ആലോചിച്ച് പ്ലാൻ ചെയ്ത്, പത്തനംതിട്ടയൊക്കെ നമുക്കെതിരെ വന്ന കേസുകൾ പലതും അങ്ങനെയാണ്. അവര് അവിടുത്തെ പോലീസുമായിട്ട് ആലോചിച്ചിട്ട് ഒരു കള്ളക്കേസ് കൊടുക്കുന്നു, നമുക്ക് കേസെടുക്കുന്നു, നമുക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നു. അങ്ങനെയുള്ള സംവിധാനം. ഈ തിരുവനന്തപുരത്ത് ഒരു കേസ് വന്നേ,
ഈ കേരള കോൺഗ്രസിന്റെ ഒരു സൈബർ ഗുണ്ടയാ, ഒരു അവന്റെ പേര് ഞാൻ പറഞ്ഞത് ഹഫീസ് എന്നാണ് അവന്റെ പേര്. അതെ, ഈ മുണ്ടക്കയങ്ങാരൻ വായിത്തൊന്നെല്ലാം വിളിച്ച് പറഞ്ഞു എഴുതുന്നുണ്ട്. ഞാൻ നോക്കാറില്ല, ബ്ലോക്ക് ചെയ്തിട്ടില്ല, കാരണം നമുക്കത് കണ്ട് നമ്മുടെ വെറുതെ ഇത് കണ്ട്. അപ്പൊ ഇവൻ ഒരിക്കലും ഒരു പരാതി കൊണ്ട് കൊടുത്തു. പരാതി എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാറിന് അവൻ വണ്ടിയുടെ കളറും വലുപ്പം അവനെ ഞാൻ വഴി തടഞ്ഞു നിർത്തി. അവനോട് ഞാൻ പറഞ്ഞു 5 ലക്ഷം രൂപ എനിക്ക് തരണം, അല്ലെങ്കിൽ ഞാൻ നിനക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമെന്ന് പറഞ്ഞു. എന്നിട്ട് 5 ലക്ഷം രൂപ അവൻ കൊടുത്തില്ല. ഇതേ തുടർന്ന് അവൻ എനിക്കെതിരെ ഇത് ചെയ്തു. അവനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു, വധശ്രമം എന്ന് പറഞ്ഞു ഒരു പരാതി കൊണ്ട് കൊടുത്ത് പോലീസ് എഫ്ഐആർ ഇട്ടു. അപ്പൊ എഫ്ഐആർ ഇട്ട് ഓഫീസറെ ഞാൻ വിളിച്ചു ചോദിച്ചു, തനിക്ക് നാണമില്ലോടോ, താൻ ഈ യൂണിഫോം നടക്കുന്നല്ലേ ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് നമ്മളെന്നാ അവര് മേളിൽ നിന്ന് ഇടാൻ പറഞ്ഞേ ഇടും. മേളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എഫ്ഐആർ ഇടാൻ പറഞ്ഞു. അപ്പം ഞാൻ അതിന്റെ പിന്നാലെ നടന്നു, എന്ത് സംഭവിച്ചതറിയാം. അപ്പൊ ഇപ്പൊ ഞാൻ അതിന്റെ ഒരു അന്വേഷണം നടത്തട്ടെ. കാരണം ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഇവന്മാർ ഈ പരാതി പറഞ്ഞിരിക്കുന്ന ഞാൻ ഇവനെ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് ഞാൻ ഇംഗ്ലണ്ടിലാണ്. ഇതുപോലെ അടൂരിലെ സംഭവമാണ്. അടൂരൊരുത്തം കൊടുത്തത് അയാള് അത് അധികാര ദുർവിനിയോഗമാണ് അവർ കാണിച്ചത്. അല്ല, ഇതെല്ലാം ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റും നമുക്ക് കരുതാം. പിന്നെന്താണ് അടുത്ത നടപടി അവർ എടുത്തിരിക്കുന്നത്? എല്ലാവർക്കും 1000 രൂപ. അത് പ്രീ പ്രൈമറി ടീച്ചർമാർക്ക്, അംഗൻവാടി ജീവനക്കാർക്ക്. അപ്പൊ ഈ പ്രീ പ്രൈമറിക്കാരെ കഥ വളരെ കഷ്ടമാണ്. പ്രീ പ്രൈമറിയിൽ ഏതാണ്ട് 1.5 ലക്ഷത്തോളം അധ്യാപികമാരുണ്ട്. അത് എയ്ഡഡ് ആയിട്ടുമുണ്ട്, സർക്കാരായിട്ടുമുണ്ട്. ഈ സർക്കാരിൻ്റെ കാലത്ത് സർക്കാർ ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് ഓണറേറിയം 13,000 രൂപ കൊടുത്തു. എന്നാൽ അത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അത് കൂടി വന്ന ഒരു 10,000 പേര് താഴെയുള്ളൂ. ബാക്കി മൊത്തം എയ്ഡഡ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ. അവരുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ 4,000 തൊട്ട് 6,000 രൂപ വരെ. എത്ര നേരം വർക്കുണ്ട്? ഇത് ഇവർ രാവിലെ തൊട്ട് ഈ കുട്ടികൾ വരുന്നതല്ലേ, അവരെ പഠിപ്പിക്കുന്നതല്ലേ. അപ്പം ഈ പിണറായി വിജയൻ കയറിയ പുറകെ ബജറ്റിൽ ഇവർക്ക് പൈസ കൂട്ടാമെന്നുള്ള വാഗ്ദാനം വന്നു. ഇന്ന് വരെ കൂട്ടിയിട്ടില്ല. ഞാൻ ഇതിനെക്കുറിച്ചൊരു സ്റ്റോറി ചെയ്തതാണ്. അപ്പോൾ ഈ 4,000 5,000 മേടിക്കുന്ന ഓർത്തോണം, എയ്ഡഡുകാർ വർഷം 20 ലക്ഷം രൂപ വരെയാണ് ഈ പ്രീ പ്രൈമറി ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് ഈ പറയുന്ന ഈ പാവങ്ങൾക്ക് കൊടുക്കുന്ന 5,000 രൂപ 6,000 രൂപ. അവിടുത്തെ ജോലികൾ മുഴുവൻ ഇവർ ചെയ്യണം. ഈ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ വരുന്നത്, അവരുടെ മറ്റു കാര്യങ്ങളെല്ലാം ഇത് നോക്കണം. അത് ഈ 1000 രൂപയൊന്നും ഒന്നുമല്ല, തുച്ഛമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ എല്ലാം ഇപ്പോഴത്തെ അവസ്ഥയും ഒരു ബേസിക് സാലറി സിസ്റ്റം ചെയ്ത് ഇതെല്ലാം അതിനൊപ്പം തന്നെ ഈ പിൻവാതിൽ വഴി ഒരുപാട് പേരെ എടുത്തു. അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ. പിന്നാലെ വരും അത്. കാരണം പിൻവാതിൽ വഴിയുള്ളവരാ മുഴുവൻ. എവിടെ നോക്കിക്കോ, മൊത്തം ഇടത്തും പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ മൊത്തം എടുത്തു വെച്ച് ആവശ്യമില്ലാത്തടത്ത് വരെ ഇവരെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയും പിൻവാതിൽ വരുന്നുണ്ടോ? ഇനിയും വെള്ളാപ്പള്ളിക്ക് അനുവദിച്ച കോളേജ് അധ്യാപകയൊക്കെ കിടക്കുകയല്ലേ, കുറെ കിടക്കുന്നു. ഒത്തിരി സാധനങ്ങൾ ഇതിപ്പോ തുടങ്ങിയതല്ലേ ഉള്ളൂ. പക്ഷെ ഈ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആണ് മറ്റൊന്ന്. അത് 15 ജൂൺ 15 മുതൽ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അത് ശരിയല്ല. പ്രഖ്യാപിച്ചു പോയതുകൊണ്ട് എന്ത് ചെയ്യും എന്നുള്ള പ്രശ്നം ബാക്കിയാണെങ്കിലും ദയവായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര കൊടുക്കുക എന്ന് പറയുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രക്രിയ അല്ല. ഒന്നാമത്തെ കാര്യം, ഒരു മാസം 100 കോടി രൂപ ബാധ്യതയിൽ, ഓരോ മാസവും 100 കോടി രൂപ അധിക ബാധ്യതയിൽ പോകുന്ന സ്ഥാപനമാണ് KSRTC. അതായത് 1,500 കോടി രൂപ ഓരോ വർഷവും ബജറ്റിൽ ഉൾപ്പെടുത്തി KSRTC കൊടുക്കുക. KSRTCയുടെ തനത് വരുമാനത്തിന്റെ പുറമെ 1,500 കോടി കൂടെ കൊടുത്തിട്ടാണ് KSRTCക്ക് 10,000 കോടിയിലധികം സഞ്ചിത നഷ്ടമുണ്ട്. അപ്പം ഇവിടേക്ക് ഈ പറയുന്ന സ്ത്രീകൾക്ക് മുഴുവൻ സൗജന്യമായി അനുവദിച്ചാൽ, ഒന്ന് KSRTC പൂട്ടിപ്പോവും. ഇപ്പൊ തന്നെ KSRTC നടക്കത്തില്ല, പ്രൈവറ്റ് ബസ് പൂട്ടിപ്പോവും. 2, ആ 1 രൂപയുടെ മുടക്ക് സർക്കാരിനില്ലാതെ സർക്കാർ നികുതി നൽകിക്കൊണ്ട് നിരവധി ആളുകൾ സംരംഭകരാവുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന സാധനമാണ് പ്രൈവറ്റ് ബസ്സുകൾ. 1000-കണക്കിന് അത് പൂട്ടിപ്പോവും, അത് പൂട്ടിക്കെട്ടിപ്പോവും. ഇതുപോലെ ടാക്സി വാഹനങ്ങൾ പൂട്ടിപ്പോവും. അതായത് ഓട്ടോറിക്ഷകൾ. ഇനി ആരും ഓട്ടോറിക്ഷ പിടിക്കാൻ നിൽക്കുകയല്ല. ഒരിക്കലും KSRTC മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതേസമയം സർക്കാർ ഒരിക്കലും ഇങ്ങനെ ഒരു വാഗ്ദാനം കൊടുക്കരുത്. കേരളം പോലും സംസ്ഥാനമാണ്. തമിഴ്നാടൊക്കെ പിന്നെയും പോട്ടെന്ന് വെക്കും. അതെ, കൊടുക്കാം. ആർക്ക് കൊടുക്കണം? ഇനിയാണെങ്കിലും ഇതേക്കുറിച്ച് പഠനം നടത്തി. ഇപ്പം ഞാൻ പറയാം, നമ്മുടെ ഈ നഗരങ്ങളിൽ, തിരുവനന്തപുരം നഗരം, ഉദാഹരണത്തിന് കൊച്ചി നഗരം, ഈ നഗരങ്ങളിലൊക്കെ വീട്ടുജോലിക്ക് പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്ക് ID കാർഡുമായിട്ട് വീട്ടുജോലിക്ക് പോകുന്ന സ്ത്രീകളെ, അതുപോലെ തന്നെ ഈ കച്ചവട സ്ഥാപനങ്ങളിലെ തുണിക്കടകളിൽ പോകുന്നു, ജ്വല്ലറികളിലെ, പിന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ഭിന്നശേഷിക്കാരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഗാർഡിയൻസ്. അതുപോലെ ഞാൻ പറഞ്ഞത് ഈ ചെറിയ ജോലി, അതായത്
വരുമാനം കുറഞ്ഞ പണിയെടുക്കുന്ന ആളുകൾ, സ്ത്രീകളിരിക്കുന്ന ഇപ്പൊ ചന്തയിൽ, ഇപ്പം വിഴിഞ്ഞം ഭാഗത്തു നിന്നൊക്കെ മീനുമായിട്ട് വരുന്ന ആൾക്കാരുണ്ട്, അവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് പരിചയമുള്ള ഒരു വീട്ടിൽ ഇപ്പൊ ഈ 500 രൂപയായിരിക്കും ഒരു ദിവസം വന്നാൽ ഇവര് ദിവസക്കൂലി, ആ വണ്ടിക്കൂലി അങ്ങോട്ടും ഇങ്ങോട്ടും 100 രൂപ. അപ്പൊ അത്തരക്കാരുണ്ട് തീരെ വരുമാനമില്ലാത്ത, അതായത് അത് ഈ BPL GPL നോക്കണ്ട, വരുമാനത്തിന് അവര് ഏതെങ്കിലും തരത്തിൽ പണിയെടുക്കുന്ന, ഇതെല്ലാം ക്ഷേമനിധി ഉണ്ടല്ലോ, ഏതെങ്കിലും തരത്തിൽ പണിയെടുക്കുന്ന, അതായത് സർക്കാർ ഉദ്യോഗമില്ലാത്ത അല്ലെങ്കിൽ വലിയ സ്വകാര്യ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഈ KSRTC സെക്രട്ടേറിയറ്റ് ജോലി എടുക്കുന്ന പെണ്ണുങ്ങൾക്കും കൊടുക്കണം. അത് 1 ലക്ഷത്തിനും 2 ലക്ഷത്തിനും മേളിൽ ശമ്പളം മേടിക്കുന്ന ഒരു ബസ്സൊക്കെ ടെക്നോ പാർക്കിംഗ് കൊടുക്കണം. അപ്പം ഇത്തരത്തിൽ എല്ലാവർക്കും കൊടുക്കുന്നതിന് പകരം ഇതിന് മാനദണ്ഡം ഉണ്ടാക്കി സമൂഹത്തിന്റെ അടിസ്ഥാന മേഖലയിലുള്ള മനുഷ്യർ, മത്സ്യത്തൊഴിലാളികളെ, ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ, അങ്ങനെ പാവപ്പെട്ട മനുഷ്യർ, കൂലിപ്പണിക്ക് പോകുന്ന ക്ലീനിങ് സ്റ്റാഫുകൾ ഒരുപാട് പേരുണ്ട്, ഒത്തിരി പേരുണ്ട്. അങ്ങനെ അല്ല, ചായക്കടകളിൽ ജോലിക്ക് പോകുന്ന ഈ സാധാരണ ചായക്കടകളിൽ ജോലിക്ക് പോകുന്ന ചെറുകിട കച്ചവടക്കാരുണ്ട്. അതായത് ഞാൻ ഈ പറഞ്ഞ മീൻ കൊണ്ട് വിൽക്കുന്ന പോലെ തന്നെ ഈ മാർക്കറ്റിൽ പോയി സാധനം വിൽക്കുന്നവരുണ്ട്, അവരുടെ വരുമാനത്തിനനുസൃതമായി വഴിയോര കച്ചവടക്കാരുണ്ട്, അവർക്കാണ് കൊടുക്കേണ്ടത്. ഇതിപ്പോ ഇതിപ്പം ഗസറ്റഡ് ഓഫീസർമാർ വരെ ഇനിയിപ്പോ ഫ്രീ ആയിട്ട് സഞ്ചരിക്കും. ഇത് മാത്രമല്ല, ഇതിനകത്ത് വേറെ അപകടമുണ്ട്. CPM അട്ടിമറിക്കാൻ വേണ്ടി, അതെ ശരിയാ അല്ലെ, അവരിത് കൂട്ടത്തോടു കൂടി ചുമ്മാ കയറി അങ്ങ് കൊള്ളാൻ പറയും. കുടുംബശ്രീക്കാർക്ക് ഒരു ദിവസം ഡ്യൂട്ടി ആയിരിക്കും, ഇന്നത്തെ ഡ്യൂട്ടി നിങ്ങൾ ഇന്ന മൂല്യം വരിക, അതിന്റെ ബസ്സിന് ഇടയില്ല, ബഹളം നോക്കുക, സൗജന്യം, ഇങ്ങനെ ഉണ്ടാക്കാൻ. അതുകൊണ്ട് ദയവായി ഇത് വിശദമായി പഠിച്ച് മാത്രം തൽക്കാലം ആരും കുറ്റം പറയില്ല. ഇതിപ്പം സാവകാശം എടുക്കുന്നതിന് ഇന്നത്തെ മന്ത്രിസഭ ഞങ്ങൾ സാവകാശം തേടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല, ഈ ഒരു തീരുമാനം ഒഴിച്ച് ബാക്കിയെല്ലാം ഓക്കെ. ഇത് പക്ഷേ നമ്മുടെ സാമ്പത്തിക ഇത് തൽക്കാലം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് അറിയോ, ഓർഡിനറി ബസ്സുകളിൽ മാത്രം നടപ്പിലാക്കുക, അല്ലെങ്കിൽ സിറ്റി ബസ്സുകളിൽ മാത്രം നടപ്പിലാക്കുക. അങ്ങനെ വരുമ്പോൾ ഈ അത്യാവശ്യമുള്ള ആളുകൾ സിറ്റി ബസ്സിൽ മാത്രം ആക്കുക. അതെ, ഈ ടൗണിൽ ഓടുന്ന ബസ്സുകളുണ്ടല്ലോ, അതിന് മാത്രം കൊടുക്കുക, അതിന് മാത്രം കൊടുത്തിട്ട് വിശദമായി പഠിക്കുക. അപ്പൊ ഇവന് കൊടുത്തില്ല എന്നുള്ള പരാതി വരത്തില്ല. അടിയന്തരമായി ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ ഒന്നാമത് സർക്കാരിന് വരുമാനമില്ല. ഈ പറഞ്ഞിരിക്കുന്ന ഈ ആശാ വർക്കർമാരുടെ 3000-ഉം ഇവരുടെ 1000 വരുമാനം 1 രൂപയില്ല. ധവളപത്രം വരുമ്പോ അറിയാം ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, കേരളത്തിന്റെ കടക്കണി എത്ര രൂപയുടെ ഉണ്ടെന്ന് ധവളപത്രം മുഖേന. അപ്പം 1 രൂപ പോലും കയ്യിലിരിക്കാതിരിക്കുന്ന സർക്കാർ ഈ അധിക ബാധ്യത ഏറ്റെടുത്ത് ഇപ്പൊ കർണാടകയിൽ പറഞ്ഞതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പലതും ഇല്ല, ജനങ്ങൾ കൂവി ഓടിക്കും. അതുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യും എന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ ഈ ആശാ വർക്കർമാരെ വർദ്ധിപ്പിച്ച വലിയ സമൂഹത്തിൽ ഈ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാവപ്പെട്ട മനുഷ്യരുണ്ട്, അവരുടെ ജീവിതം വർദ്ധിപ്പിക്കാൻ, ജീവിത നിലവാരം വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്താലും കൈയടി കിട്ടും. അതെ, വെറും 500 രൂപയുടെ കിറ്റ് കൊടുത്തിട്ട് അതിന് പേര് വോട്ട് മേടിച്ചവരാണ്. അതെ അതാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു സിറ്റുവേഷൻ. ഇത്രേ ഉള്ളൂ. എനിക്ക് പരികിട്ടാത്ത എന്തുകൊണ്ട് ഈ സർക്കാരിന്, CPM പിണറായിയുടെ സർക്കാരിന് ഈ ചെറിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതാ നമ്മൾ മുമ്പേ പറഞ്ഞത് തന്നെ. അവർ കാര്യം 500 രൂപ കിറ്റ് കൊടുത്താൽ നടക്കും. അല്ല, അവരെ അണയാൻ പോകാൻ, അത് എങ്ങനെ അണഞ്ഞു തീർന്നേ പറ്റൂ, അതിനവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. എന്തായാലും അണഞ്ഞു തീർന്നിരിക്കുന്നു. ശബരിമല അയ്യപ്പൻ അതിശക്തമായി ഇടപെടൽ നടത്തിയിരിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്ന പൂരം എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്ന, ഇവരുടെ ഈ പറയുന്ന വലിയ മാറ്റങ്ങൾ, രക്ഷാപ്രവർത്തനം, അതായത് നമ്മുടെ സതീശന്റെ രക്ഷാപ്രവർത്തനം കമ്മികളുടെ പ്രതീക്ഷ മുഴുവൻ കെടുത്തും. മാത്രമല്ല വലിയൊരു അപകടം കൂടിയുണ്ട്. 10 കൊല്ലം പോലീസിനെ ഇവന്മാര് വരട്ടുമായിരുന്നു. ആ പക മുഴുവൻ പോലീസുകാർ തിരിച്ച് ഈ പിള്ളേർക്ക് പുതിയ രക്ഷാപ്രവർത്തനോട് പോലീസ് രംഗത്തെത്തും. അതിന് രാഷ്ട്രീയക്കാർ നിർദ്ദേശമൊന്നും ആവശ്യമില്ല. എന്നാലും തുടങ്ങിയിരിക്കുകയാണ് ഈ മനോഹരമായ തുടക്കം. അതിമനോഹരമാണ്. എല്ലാ ആശംസകളും. നമുക്ക് കാണാം എന്തൊക്കെ സംഭവിക്കുമെന്ന്. നന്ദി.